ഉണ്ടല്ലോ വരട്ടെ പോണാർക്കാം ഇവിടെ വണ്ടി എടുത്ത് ബ്ലോക്ക് ആക്കല്ലേ പോ വണ്ടി എടാ ഫിറോസ് നമ്മുടെ പ്രൊഡ്യൂസറും നമ്മുടെ അസോസിയേറ്റും വന്നിട്ടുണ്ട്. അപ്പൊ ബില്ല് കൊടുത്തിട്ട് പോ. ഞങ്ങളുടെ ക്യാമറമാനെ കണ്ടെത്തിയിരിക്കുന്ന വഴിയിൽ ഇത് ഒരു പണിയില്ലേ. ഇതിന്റെ തള്ളപ്പാമ്പ് ഇവിടെ എവിടെയെങ്കിലും. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് എവിടെ? പോവാറില്ല. സത്യമായിട്ടും ഞങ്ങൾ അതിന് വന്നല്ല. ഞങ്ങള് കിരീടം പാലത്തിലാണ് കേട്ടോ. അതാണ് കിരീടം പാലം, അവിടെയാണ് ലൊക്കേഷൻ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ അടുത്ത് തന്നെയാണ് സ്റ്റേ. ഞങ്ങളുടെ ലൊക്കേഷൻ, ഷൂട്ടിംഗ് ലൊക്കേഷൻ അടുത്താണ്. സോ ഞങ്ങൾ റൂമിലിരുന്ന് പോസ്റ്റ് ആയപ്പോൾ നടക്കാൻ ഇറങ്ങിയതാണ്. ഇതെൻ്റെ ഫ്രണ്ട് റിയ, കാസർഗോട്ടാരിയാണ്. കാസർഗോട്ടാരി. ഇന്നേക്ക് 5 ദിവസം ഞാൻ റൂമിൽ പോസ്റ്റ് ആയിട്ട് ഇനി എനിക്ക് ഇരിക്കാൻ വയ്യ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് അതെ, അവൾ 5 ദിവസം, ഞാൻ 2 ദിവസം പോസ്റ്റ്. പുറത്ത് നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നടക്കാൻ ഇറങ്ങിയ സമയം കുറച്ച് മുമ്പേ ആയിപ്പോയി. 4:15 ഉള്ളൂ. വെയിലുണ്ട് ഇപ്പോഴും. അപ്പം നമുക്ക് കിരീടംപാലം കാണിച്ചു തരാം. അതാണ് ഇന്നത്തെ വീഡിയോ. ഇതാണ് നമ്മുടെ കിരീടംപാലം. നല്ല സ്ഥലമല്ലേ, പക്ഷെ റോഡൊക്കെ വളരെ മോശമാണ്. ഇങ്ങോട്ടേക്കുള്ള റോഡും ഇതൊക്കെ മോശം, പക്ഷെ പ്രകൃതി രമണീയമായ സ്ഥലം. ഇനി അവിടെ നിന്ന് പറക്കും. ഒരു കല്ലെടുത്ത് എറിഞ്ഞു നോക്കിയാലോ നമുക്ക്. നാട്ടുകാരുടെ നിന്ന് മേടിക്കും നീ. ഇവിടെ ബെസ്റ്റ്. അത് പറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണോ? അത് ഞാൻ കല്ലെടുത്ത് എറിയേണ്ടി വരും. ഞാൻ പറഞ്ഞു തന്നെ നടക്കുള്ളൂ. നടക്കാൻ ഇറങ്ങിയപ്പോ ഒരു കുഞ്ഞു പാമ്പിനെ ആരോ അടിച്ചു വന്നത്. എടി റിയ, നിന്റെ തള്ളപ്പാമ്പ് ഇവിടെ എവിടെയെങ്കിലും അങ്ങോട്ട് വരുമോ? ബുജി, ഇത് സത്ത് പോണ കായല്ല. അങ്ങോട്ട് വാ. സാധനം കഴിക്കും. കഴിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. എടി ഇത് കഴിക്കും. ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. കഴിച്ചു നോക്ക്. ഞങ്ങളെ നാട്ടിലൊക്കെ ഇത് കഴിച്ചാൽ ചത്തു പോകുന്നൊക്കെ. നീ ഇത് തിന്നിട്ട് ചത്തുപോയാല് ഞാൻ കുഴിച്ചിട്ടോളാം. എന്നാ തിന്നോ? ബിസ്മിയല്ലേ തിന്നോ? വണ്ടി എടി, എന്നാ ഞാൻ ചത്തില്ലല്ലോ. നോക്ക്, എനിക്ക് കുഞ്ഞുണ്ട്, ഞാൻ ചാവൂല. എനിക്കും കുഞ്ഞുണ്ടല്ലോ. ദേടി ഞാൻ പന പോലെ നിക്കുന്നു പൊട്ടത്തി. സിനിമാറ്റിക് ഇതായി വരും. അതേതാണ് ഒരു കവി. ഇത്രയും മനോഹരമായ സ്ഥലങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലേ? തിരുവനന്തപുരത്തേക്ക് രാവിലെ വരണം നമ്മള്. ഈ ഭാഗത്ത് ഭയങ്കര ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലമാണ്. ഇത് രസം നോക്കുക. തെളിഞ്ഞ വെള്ളം അയല് കാണിച്ചാൽ ഇപ്പൊട്ടൊന്നും തീരെ ഇട്ടിട്ടില്ല കേട്ടോ. അങ്ങോട്ട് നോക്ക്, ആ ഫേസ് ഒന്ന് നോക്ക്. റൂഷ് അടിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ക്യാമറമാനെ കണ്ടെത്തിയിരിക്കുന്ന വഴിയിൽ ഇത് ഒരു പണിയില്ലേ. എനിക്ക് ഷൂട്ടൊന്നുമില്ല, നമുക്ക് ഉണ്ടാവില്ല. പറഞ്ഞില്ലല്ലോ, 1 മണിക്കൂർ മുമ്പ് പറയുന്നതാണ്. നമ്മള് നടക്കാറിങ്ങ ചാടിക്കാം. നടക്കട്ടെ, പണിയെടുക്ക. നമ്മള് വായി നോക്കി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ക്യാമറമാൻ നിർത്തിയിട്ട് എവിടെയോ കണ്ടിട്ടുണ്ട്. അതെ, അപ്പം നമ്മള് അങ്ങനെ മൂപ്പരെ കണ്ടു. ഇനി കുറച്ചുകൂടെ നടക്കുമ്പോ നമുക്ക് ചായക്കട കിട്ടും. എന്റെ പൊന്നു, ഡയറ്റ്. പിന്നെ വെയിറ്റ് ലോസ് വേണം. നടക്കാൻ പറ്റൂല. അതാണ് വിഷയം. പിന്നെ ഞാനൊരു 5 മണിക്കൊക്കെ ഇറങ്ങാന്ന് വിചാരിച്ചപ്പോ 4 മണിക്ക് തന്നെ വന്നിട്ട് പോണ്ടേ എന്ന് ചോദിച്ചു വിളിച്ചോടുന്ന ആളായി നട്ടപ്പയിലത്ത്. നമ്മൾ ഇതിലെവിടെ കണിയുന്ന ചെക്കന്മാരെ പറിച്ചോണ്ടേ. ഇതിലിനി ഒന്നുമില്ലല്ലോ. ഇത് ആലല്ലേ? ഇത് ആലാണ്. ഇത് കൊന്നല്ല, പൊട്ടത്തി. നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷനെ ടീംസ് മുഴുവൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നാണം കെടും മാനം കെടുത്തു. പണ്ടാരക്കരി പമ്പ് ഹൗസ് അവിടേക്ക് പരിപാലനം ജലസേചന സെക്ഷനാ ഗൈസ്. ആ വരുന്നതാണ് നമ്മുടെ ലൊക്കേഷൻ വണ്ടി. അതിനകത്ത് കുറെ ഉണ്ടല്ലോ. വരട്ടെ പോണാർക്കാം. ഇവിടെ വണ്ടി എടുത്ത് ബ്ലോക്ക് ആക്കല്ലേ പോ. ഹായ് ഹായ്.
താറാവ് എന്നാ നിനക്ക് അറിയുന്നത്? നമുക്കിതൊക്കെ അറിയാം, ഞങ്ങൾക്ക് പറയാം. വാവ്. നോക്കൂ, ഇവരിതിനകത്ത് മുട്ടിട്ട് എങ്ങനെ കിട്ടും? വെള്ളത്തിൽ പോയി വിരിഞ്ഞോളൂ. ഇല്ലടി. ഇതാണ് നമ്മുടെ കിരീടംപാലം ലൊക്കേഷൻ. സൂപ്പർ സ്ഥലമാണ് കേട്ടോ. അതെന്താ എക്യുപ്മെന്റ്സ് എങ്ങനെ ചെയ്യാൻ കാണിച്ചു തരാവോ? നീ കാണണോ അല്ലേ? കാര്യമില്ല, താറാവിനൊന്നും വെച്ചു. അപ്പൊ നമ്മുടെ ലൊക്കേഷനിൽ അടുത്ത വണ്ടിയും വരുന്നുണ്ട്. ഒരു ഇന്നോവ ദൂരേന്ന് വരുന്നുണ്ട്. ഇനി അടുത്ത ടീം ചോദിക്കുക എവിടെ പോകുന്നതെന്ന്. മറുപടി പറഞ്ഞ് മടുത്ത്. കറക്റ്റ് ടൈമിൽ അവള് വിളിച്ചോണ്ട് ഇറക്കിയത്. അവരൊക്കെ വരുന്ന സമയം നോക്കി വാ പോവാൻ. ഭയങ്കര നമ്മുടെ വണ്ടി. അതിനകത്ത് ആരൊക്കെയാ? കുറെ ടീംസ് ഉണ്ടല്ലോ. ക്യാമറയാണ് അതിൽ. വെങ്കി മാത്രം ഫുൾ ടീംസ്. ഓ രണ്ട് പേര് ഇവിടെ കണ്ടു. വണ്ടി അവിടെ പോയിട്ട് അർജന്റ് ഉണ്ടാ? പൊക്ക പണിയെടുക്ക് പോയിട്ട്. വണ്ടി എടാ ഫിറോസേ, പാലത്തിന്റെ ഒരു സൈഡ് കഴിഞ്ഞ് അടുത്ത സൈഡിൽ വന്ന് ഇവിടെ കുറച്ച് ക്രൗഡും കാര്യങ്ങളും കൂടുതലാണ്. അപ്പോൾ ഇവിടെ 2-3 കടയൊക്കെയാണ്. ഇവിടെ നിന്നാണ് ഞങ്ങൾ ചായ കുടിക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഞാൻ ചായ അല്ല, ഞാൻ സർവത്തിലോട്ട് മാറി. നീയോ? വിത്തൗട്ട് സർവത്താ വേണ്ടേ? ഞാൻ വിത്തൗട്ട് എന്തും കഴിക്കും. പക്ഷേ അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ കുട്ടി, വിത്തൗട്ട് സർവത്ത് എവിടെ കിട്ടും നിനക്ക്? എന്നാ ഉപ്പ് സോഡ കുടിക്കും. സർവത്തല്ല, വിത്തൗട്ട് കോഫി. ഈ ചൂടത്തോ? ലൈം അതല്ലേ നല്ലത്. എന്നാ ചേട്ടാ ഒരു ഉപ്പ് സോഡ അല്ല, ഒരു ഉപ്പ് സോഡയും ഒരു ലൈം സോഡ അല്ല സർവത്തും സോഡ സർവത്തും അത് മതി. ചായ വേണ്ട. നമുക്കേ ടീ അവിടെ പോയിട്ട് അവനെ കൊണ്ടിടിക്കാം. നമ്മളെ പ്രൊഡ്യൂസറും നമ്മുടെ അസോസിയേറ്റും വന്നിട്ടുണ്ട്. അപ്പം ബില്ല് കൊടുത്തിട്ട് പോ. ആരാന്നോ ഇപ്പൊ നിങ്ങൾ ചോദിക്കും. കറക്റ്റ് ടൈമിനാ ഒരു 50 രൂപ കൊടുത്തിട്ട് നോക്കോട്ടെ. ഇതാണ് കിരീടംപാലം. എന്ത് ബൈക്കിലൊക്കെ വാ ചായ കുടിച്ചിട്ട് പോ. വാ ചായ കുടിച്ചിട്ട് പോവാ. എന്റെ വക ഞാൻ പറഞ്ഞല്ലോ, കുടിച്ചിട്ട് പോവാൻ. നമ്മുടെ പ്രൊഡ്യൂസറെ കിട്ടിയ വകയിൽ അത് മുതലാക്കാൻ വേണ്ടി ഷായിച്ചേട്ടൻ താറാമുട്ട ചെറുതൊന്നും പോരാ. ഇത് കോഴിമുട്ടയല്ലേ? എന്താണ് അവിടെ എന്ത് മാമൻ പോയി. മാമനില്ലേന്ന്, അവന്റെ മാമനൊക്കെ പോലെ. പച്ച അപ്പൊ നമ്മൾ ഇങ്ങോട്ട് നടന്നു വന്ന് പറയടേ, അങ്ങോട്ട് നമുക്ക് വണ്ടി കിട്ടിയതുകൊണ്ട് രക്ഷപ്പെട്ടു. നമ്മൾ ലൊക്കേഷനിൽ വന്ന് ഇവിടുന്ന് വണ്ടിയിൽ കയറി തിരിച്ച് റൂമിലോട്ട് പോകണം. വയ്യ, നടക്കാൻ വയ്യ. ആര്? രശ്മി ചേച്ചി വീഡിയോ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ചുമ്മാ വന്നാ ലൊക്കേഷൻ കാണാൻ, വെറുതെ നടക്കാറിഞ്ഞത്. പോന്നു. ബൈ. എന്നാൽ പിന്നെ നിങ്ങളോടും ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.